അപ്പോൾ ഈ ജിം ചിക്ക് ചിക്ക് ജിം ചിച്ച ആണ് ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സബ്സ്ക്രിപ്ഷൻ തന്നെയാണ് വീണ്ടും ഉള്ള പ്രശ്നം. ഇത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അറിയാവുന്നവർ മാത്രം അറിഞ്ഞ് കണ്ടാൽ മതി. കാരണം ഇവരിപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ആളുകളെ അങ്ങോട്ട് കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ 399 രൂപ മാത്രം, 399 രൂപയ്ക്ക് അതിമസ്മരികമായ വീഡിയോകൾ, ഫോട്ടോകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, നിരന്തരമായിട്ട് പല വീഡിയോയിൽ പല പട്ടം പല തവണ പല രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്പസ്വല്പം വസ്ത്രത്തിൻ്റെ ഏറ്റവും മൂല്യമൊക്കെ മാറ്റി കാണുന്നവരുടെ കണ്ണിനൊരു കുളിർമ നൽകി, കാണുന്നവർക്ക് ഒരു സന്തോഷം, ചെയ്യുന്നവർക്ക് ഒരു സന്തോഷം, ഇൻസ്റ്റാഗ്രാമിനൊരു സന്തോഷം. ഇതാണ് നമ്മുടെ നാട്ടിൽ സബ്സ്ക്രിപ്ഷൻ. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞാണ്, ശരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ബിഹൈൻഡ് ദ സീൻസ് സാധനങ്ങൾ ഇടുക, മറ്റാർക്കും കിട്ടുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ നേരത്തെ അവർക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് ഇൻസ്റ്റഗ്രാം ഉദ്ദേശിച്ച സാധനം. മറ്റെല്ലാ പ്ലാറ്റ്ഫോമുകളും മോണിറ്റൈസ്ഡ് ആണ്. ഇപ്പോൾ യൂട്യൂബിലായാലും വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ദമ്പടി കിട്ടും. ഫേസ്ബുക്കിലായാലും വീഡിയോസോ സ്റ്റോറീസോ പോസ്റ്റുകളോ ഇട്ട് ഒരുപാട് റീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ദമ്പടി കിട്ടും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ദമ്പടി കിട്ടാൻ എന്തിനാണ് വഴി ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ തലയിൽ, സുക്കറിൻ്റെ തലയിൽ പ്ലക്ക് എന്ന് പറഞ്ഞ് ലൈറ്റ് എത്തിയത്. അങ്ങനെ എണ്ണം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ. ഇത് യൂട്യൂബിലും ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ലൈവ് എന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ കുറേ അപരാധം കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലേക്ക് ഇത് വന്നപ്പോൾ ആൾക്കാർ അതിലേക്ക് കയറാതായി. അപ്പോൾ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ സ്ത്രീകളുടെ കയ്യിൽ, എല്ലാ സ്ത്രീകളും ഇല്ല, ചില സ്ത്രീകളുടെ കയ്യിലുള്ളൊരു അൽഗോരിതമാണ് അവരുടെ ധാരണമായി കാണിക്കുക എന്നുള്ളത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേനും പുരുഷന്മാരുടെ ഒരു കുത്തൊഴുക്കാണ് അതിലേക്ക് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ കുത്തൊഴുക്കുണ്ടാകുന്ന പുരുഷന്മാരെ പറയണം, സ്ത്രീകളെ പറയണം. അങ്ങനെ അതിലൂടെ അവർ സമ്പാദിച്ചവർ സമ്പന്നരാകുന്നു. നമ്മൾ കയ്യിലുള്ള പൈസ ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഇമാതിരി ആപ്പുകളുടെ എല്ലാം ഒരു ബേസിക് ടെംപ്ലേറ്റ്. ഇതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഫ്രണ്ട് ആപ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഫ്രണ്ട് ആപ്പിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്: സ്ത്രീകൾക്ക് പൈസ കിട്ടും, സ്ത്രീകൾ വരിക, ഹലോ കുട്ട പറയടോ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ ചെറുക്കന്മാർ രീതിയിൽ ഇങ്ങനെ പൈസ തുരുതുരാന്ന് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ പോക്കറ്റ് കാലിയാകും തോറും അവരുടെ പോക്കറ്റ് വീർത്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ ഫ്രണ്ട് ആപ്പിൻ്റെയൊക്കെ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് സാധനം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനാണ്. ഇത് ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഓഫ്കോഴ്സ് നമ്മുടെ രേണുവിൻ്റെ മാസ്മരിക പ്രകടനം മൂലം. ഇൻസ്റ്റാഗ്രാം പോലും ചെയ്യാത്ത അത്ര രീതിയിൽ രേണു ഈ സാധനത്തിനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇത്രയത്. ഇപ്പോൾ അതാണ്ട ഈ പുതിയൊരാൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുകയും അവർ ഈ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പറഞ്ഞു ഒന്ന് കേൾക്കാം. ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറച്ചും കൂടെ മാന്യത ഉണ്ട് കേട്ടോ, നമുക്കതൊന്ന് കാണാം. അപ്പം ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. പറഞ്ഞോ, സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങി. കുറച്ച് പേരല്ല, നിങ്ങളെല്ലാവരും വരണം. സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങി. പല ആൾക്കാരും തുടങ്ങുന്നുണ്ട്. ചില ആൾക്കാർ അതിനെ നൃത്തം പഠിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഈ ഹാക്കിംഗ് പരിപാടികൾ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇവരേത് ഗണത്തിലാണ് നമുക്ക് നോക്കാം. ഇതൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്, സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ, ഓക്കെ? യാതൊരു പ്രൊമോഷനോ മാർക്കറ്റിങ്ങോ ഇല്ലാതെ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ കണ്ണിനെ കുളിർമഴ അണിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ധാർമ്മിക കർത്തവ്യമായി, ഉത്തരവാദിത്തമായി കാണണം. എന്നിട്ട് കൂടുതൽ ധാർമ്മികമായിട്ടുള്ള ഫോട്ടോസ് കൊടുക്കണം. അവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ? ഇതാണ് ഇവരുടെ ഒരു മെയിൻ സെറ്റപ്പ്. എല്ലാവരുടെയും ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന മെജോറിറ്റി ആൾക്കാരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ, അപ്പോൾ അവർക്ക് കാണണം. അപ്പോൾ അവരായാലും ഓഡിയൻസ് ആയാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു, മക്ക് കാണണം. ഈ സെറ്റപ്പിലാണ് ഈ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഈ കൃഷ്ണകുമാറിൻ്റെ മോള് ഹൻസുബി, പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി പുറത്തിടുമ്പോഴും അതേ വസ്ത്രധാരണമല്ലേ, പുള്ളിക്കാരി ബിക്കിനി ഇട്ട് തോട്ടിലിറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുളത്തിലിറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് നാച്ചുറൽ. പക്ഷേ രേണു ചെയ്താൽ തെറ്റ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ പറയുന്നത് ഞാൻ കേട്ടു. എനിക്കങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല. അത് അവിടെ ഇട്ടാലും ഇവിടെ ഇട്ടാലും പൈസ മേടിച്ചിട്ട് ശരീരഭാഗങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ ആ വസ്ത്രധാരണമാണ് മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിൽ അവർക്കങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല, അവർക്കങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ നാളെ ഒരു സമയത്ത് ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളുകളിൽ പുരുഷന്മാർക്ക് ഇവിടെ സകലമാന ജോലികളും സമത്വം ചിന്തിക്കുന്ന സ്ത്രീകൾക്ക് മൊത്തം ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലത്തെ സബ്സ്ക്രിപ്ഷൻ പരിപാടികളിലും ഉള്ള ജോലികളുമായിരിക്കും. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനൊരു മാതൃകയാണ്, ഒരു മോഡലാണ് ഇവർ കാണിച്ചു തരുന്നത്. നമ്മളെപ്പോലുള്ള കുറേ ആളുകൾ എടുത്തിരുത്ത് അപരാധം പറയും എന്നുള്ളത് കൊണ്ട് കുറച്ചൊക്കെ കുറഞ്ഞെങ്കിലേ ഉള്ളൂ.
ഇത് ആ കാര്യമല്ല പറയുന്നത്, ഇത് വേറൊരു കാര്യമാണ്. 399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. കുറച്ചൊന്ന് കുറയ്ക്കായിരുന്നു കേട്ടോ. രേണു പോലും 159 രൂപ കൊടുത്തേ. 399 പിന്നെ നമുക്കറിയത്തില്ല അതിനകത്തൊരു വ്യാപ്തി എങ്ങനെയുള്ളതെന്ന്. ചിലപ്പോൾ അതിനുള്ള വൃത്തായിരിക്കും ചെയ്തിട്ടുള്ള ആളുകൾ കമൻറ്റുകളായിട്ട് ഇടും, നമുക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളു. നീ എൻ്റെ കൂട്ടുകാരനാണോ, എൻ്റെ വീട്ടിലുള്ളവരാണോ, എൻ്റെ റിലേറ്റീവ്സ് ആണോ, സ്വന്തക്കാരാണോ, ബന്ധുക്കാരാണോ, എൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണോ, സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് പൈസ തന്നിട്ട് നീ കണ്ടാൽ മതി. അങ്ങനെ ഓസിന് കാണിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല. പൈസ തരിക, നീ കണ്ടോ, പ്രശ്നമില്ല. പൈസ ഉള്ള ആർക്കും കാണാം. എൻ്റെ കൂട്ടുകാരനാണോ, എൻ്റെ വീട്ടിലുള്ളവരാണോ, കാശുണ്ടെ കണ്ടോ. പൈസ ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്രശ്നം എന്ന് പറഞ്ഞാൽ. പൈസ ഉള്ളവന് കാശ് കൊടുത്ത് ഇതും ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിനകത്താകുമ്പോഴത്തേനും ബാക്കി പറ. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ അയച്ചു തരാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ തുടങ്ങിയിരിക്കുന്നത്? എന്തൊരു പരിപാടിയാണ് അത്. അങ്ങനെ നമ്മൾ ഡെമോ പ്ലാൻ ഒന്നും ഇല്ല. ഡെമോ പ്ലാൻ തന്ന് നീ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പൈസ തരിക, അങ്ങനെ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി ഒന്നും ഇവിടെ ഇല്ല. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ എടുത്ത് കണ്ടു നോക്കുക. നിനക്ക് താല്പര്യമില്ലയോ, നീ അടുത്ത മാസം തൊട്ട് ചെയ്യണ്ട, നീ പോവാ. 159 രൂപ വന്നല്ലോ. പക്ഷെ നീ തൃപ്തനായിരിക്കും. തൃപ്തനാണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ ഓസിന് ഡെമോ കാണിക്കൽ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അവൻ ചെറുക്കൻ്റെ 399 രൂപ എടുക്കാൻ ഇല്ലാത്തതിന് ചോദിച്ചായിരിക്കും. അല്ലെങ്കിൽ ആത്മാർത്ഥം മിത്രമല്ലേ, അവളെ ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ കാണിക്കുമായിരിക്കും എന്നാൽ ചിന്തിച്ചൊക്കെ കാണിച്ചായിരിക്കും. ഒരു കാര്യമില്ല, പൈസ കൊടുത്ത് കണ്ടാൽ മതി. നിനക്ക് കാണണോ, കാശ് കൊടുത്ത് നീ കണ്ടാൽ മതി. മനസ്സിലായോ? പുള്ളിക്കാരി സാമ്പിൾ ഇട്ടിട്ടുണ്ട്, സാമ്പിൾ ഞാൻ കാണിക്കാം. നിനക്കൊക്കെ സാമ്പിൾ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് വരാം. ഇനിയിപ്പോൾ എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. എനിക്ക് അതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഫ്രീ ആയിട്ട് എല്ലാവരെയും കാണിക്കാന്ന് പറഞ്ഞാൽ എന്ത് കാണിക്കുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണിക്കുന്നവരെയല്ലേ ഉദ്ദേശിച്ചേ? അപ്പോൾ കുഴപ്പമില്ല. നമ്മളെ ഡേറ്റ് മൈൻഡ് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പോൾ നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോം കൂടി ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വന്നത് കൊണ്ടിട്ട് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് അത്രേ ഉള്ളൂ. മുമ്പേ ഞാൻ ചുമ്മാ ഷൂട്ടൊക്കെ എടുത്തിടുമായിരുന്നു. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്നൊരു സാധനം ഉണ്ടോണ്ട് അത് ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ച ഇത് തന്നെയായിരിക്കും പരിപാടി. പുള്ളിക്കാരി ഷൂട്ട് ഒരു ആക്ട്രസ് ഒക്കെയാണ്, അപ്പോൾ ഈ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത്. ശരിക്കും ഇൻസ്റ്റഗ്രാം ഉദ്ദേശിച്ച ഒരു പ്രസ്ഥാനം അത് തന്നെയായിരുന്നു. ഈ ആ ബിഹൈൻഡ് ദ സീൻസ് ഇടുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുന്നതിന് മുമ്പ് ആ സാധനം ഇതിൽ പോസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് മുമ്പേ കാണാൻ പറ്റുക, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇൻസ്റ്റാഗ്രാം ഉദ്ദേശിച്ചത്. പക്ഷേ ഇൻസ്റ്റഗ്രാം പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ നമ്മുടെ നാട്ടിലെ ചില സ്ത്രീകൾ ഇതിലേക്ക് കടന്നാക്രമിച്ച് പുതിയൊരു ഇത് കണ്ടുപിടിച്ചിരിക്കുകയാണ്, മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് പൈസ. നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? നമ്മൾ മുമ്പേ പറഞ്ഞല്ല, കണ്ണിനൊരു കുളിർമ, അല്ലെങ്കിൽ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ. കുറച്ചും കൂടെ നമ്മൾ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണാന്ന് തോന്നുന്നു, ആ സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ഫീൽ തോന്നുകയും ചെയ്യും. ഇത്രയും സാധനം നിങ്ങൾക്ക് തരുന്നില്ലേ? വെറും 399 രൂപയ്ക്കാണ് അത് തരുന്നത്. അവരുടെ ലാഭം എന്താ? പൈസ. നിങ്ങളുടെ ലാഭം എന്താ? കാണുമ്പോൾ നിങ്ങൾക്കൊരു സുഖം. അത്രേ ഉള്ള സംഭവം. പക്ഷെ ശരിക്കും ഞാൻ വിചാരിച്ചത് ഇവർ ഈ ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും ഇടുന്നത് എന്നുള്ളതാണ്. അല്ലെന്നേ, ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ, നിന്റെ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട. അത്രേ ഉള്ളൂ. നിന്റെ പൈസ ഇല്ല നീ കാണണ്ട. പൈസ ഉള്ള ആർക്കും കാണാം. ഇത് കുറേ പേരെടുത്ത് എനിക്കാണെങ്കിൽ കുറേ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ചൊറിഞ്ഞ് വരും കേട്ടോ. എനിക്ക് ചൊറിഞ്ഞ് വരും. കുറേ മുമ്പ് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഇതിനകത്തുനിന്ന് പൈസ എങ്ങനെയാണ്, പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണുള്ളത്, അതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ പൈസ തന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമുക്ക് കിട്ടും. നമ്മൾ ചോദിക്കാൻ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ പൈസ വേണം. അവർ 399 രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ മറുപടിയൊക്കെ പറയാം. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് കണ്ട് മതിയായില്ലേ? എൻ്റെ വായിരിക്കണ കേട്ടപ്പോഴത്തേക്ക് മതിയായില്ലേ? ഇനി മേൽ ഇക്കാര്യം ചോദിച്ചുകൊണ്ട് വരരുത് കേട്ടല്ലോ. മേളിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് മെസ്സേജ് ഇടല് ആട്ടി വിടും. ഇനി പൈസ കൊടുത്തവരെ ആട്ടി വിടുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുത്തൻ നല്ല ഉദ്ദേശത്തോടെ ഒരുത്തൻ തുടങ്ങിയ വലിയ പ്രശ്നമില്ല, കാരണം നമുക്ക് അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല. ഒരുത്തി വളരെ നല്ല ഇൻറ്റൻഷനോടെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ
പരിപാടിയല്ലയോ, കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരുന്ന തരത്തിലേക്ക് ഇവരെല്ലാം കൂടെ കൊണ്ടെത്തിച്ചു. ഇനി പുള്ളിക്കാരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാനിനകത്ത് കയറിയിട്ടുള്ള 1-2 ഫോട്ടോസ് ഞാൻ കാണിക്കാമേ. ഇത് പുള്ളിക്കാരി തന്നെ സാമ്പിൾ ഇട്ടേക്കുന്ന ഫോട്ടോ കേട്ടോ. ഇത് ഒന്ന്, ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഫോട്ടോസാണ് പുള്ളിക്കാരി അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുള്ളത്. ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം, സാമ്പിൾ സൗജന്യം സുഹൃത്തുക്കളെ, സാമ്പിൾ സൗജന്യം. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ നല്ല കേട്ടോ, നീ പൈസ തന്നു കഴിഞ്ഞാൽ നിനക്ക് കാണാം, ഇതാണ് ഞാൻ കാണിക്കുന്ന സംഭവം എന്ന് പറയുന്നുണ്ട്. ചിലരെ പോലെ ഇത് ഞാനാണോ ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്, അവർ തുടങ്ങിയില്ലേ, ഇത് ഒന്ന് ഇൻസ്റ്റാഗ്രാം തരുന്ന ഫീച്ചർ, ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് ഞാനല്ലല്ലോ, അവളുടെ അക്കൗണ്ടിൽ പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് പ്രൈവസിയിലിട്ടതല്ലേ എന്നൊന്നും പറഞ്ഞ് മെഴുകുന്നില്ല. വളരെ ഓപ്പണായിട്ട് പറയുന്നത് ഇതാണ് സംഭവം, പൈസ ഉള്ളവർക്ക് ഒന്ന് കാണാം. അത് പിന്നെ അക്സെപ്റ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാടെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പിള്ളേരുടെ തലമുറയുടെ കാര്യം ആലോചിച്ചിട്ടാ എല്ലാവരും തുടങ്ങട്ടെ, നല്ലതല്ലേ. നിങ്ങൾ ഇനി ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടേ മറ്റേ കൃഷ്ണകുമാറിൻ്റെ മോളുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സബ്സ്ക്രിപ്ഷനെ കുറിച്ച് രേണുവിനെ പറഞ്ഞ് എനിക്കും പറ്റുന്നത്. അന്നേരം വന്നിരുന്ന് വളരെ പ്രമുഖനായിട്ടൊരു യൂട്യൂബർ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ചൂട് വരുന്നു, ഇപ്പോൾ കാലാവസ്ഥ മാറ്റം വരുന്നു. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ മുഴുവൻ മൂടി പുതച്ച് നടക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഇവിടെ ചൂട് കൂടുമ്പോൾ നമ്മൾ വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കും. അപ്പം നമ്മളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് തുണി കുറയ്ക്കുന്നതിന് എന്തൊക്കെ തരം ന്യായീകരണങ്ങളാണെന്നുള്ളതാണ്. കൊള്ളാം, എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ നാളുകളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ പറയണം, ചൂട് കൂടുന്നുണ്ടാന്നൊക്കെ. അതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.